ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ വ്യാപക മിസൈൽ ആക്രമണം നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലുള്ള ഈ ആക്രമണത്തിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര ആക്രമണശേഷിയുള്ള ആയുധങ്ങളുമാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളെയും പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ഇറാൻ തൊടുത്ത മിക്ക മിസൈലുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറുകയും ചെയ്തു. രാജ്യത്തിന്റെ വ്യോമപരിധിയിലേക്ക് കടന്നുകയറുന്ന ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സേന പൂർണ്ണമായും സജ്ജമാണെന്നും ആവശ്യമായ സാഹചര്യത്തിൽ ഇറാനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായാൽ നിലവിലെ ആക്രമണങ്ങളെക്കാൾ കൂടുതൽ ശക്തവും വ്യാപകവുമായ നടപടികൾ തുടരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രസ്താവനയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമായതോടെ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി ഉയർന്നിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും നയതന്ത്ര കേന്ദ്രങ്ങളും അതീവ ജാഗ്രതയിലാണ്.